എന്താണ് കാസ്പ? കാസ്പയുടെ ആകെ സപ്ലൈ 28.7 മില്യൺ ആണ്. ഇതിൽ ഭൂരിഭാഗവും മൈനിങ് കഴിഞ്ഞു. ഇനി വെറും 3.66 മില്യൺ കോയിനുകൾ മാത്രമാണ് മൈനിങ് ചെയ്തെടുക്കാൻ ബാക്കിയുള്ളത്. ബിനാൻസ് ലിസ്റ്റിംഗ് കൂടി വരുന്നതോടെ ഇതിന്റെ വില $1 മുതൽ $3 വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോയിനുകൾ ശേഖരിക്കുന്നത് വലിയൊരു അവസരമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്ലാറ്റ്ഫോം വഴി നമുക്ക് ക്ലൗഡ് മൈനിങ്ങിൽ പങ്കാളികളാവാം. ഇതിന്റെ പ്രത്യേകതകൾ ഇവയാണ്. കുറഞ്ഞ നിക്ഷേപം, വെറും $1 മുതൽ നിങ്ങൾക്ക് തുടങ്ങാം, പരമാവധി $1000 വരെ. പ്രതിദിന ലാഭം, നിങ്ങളുടെ നിക്ഷേപത്തിനനുസരിച്ച് 0.8% മുതൽ 22% വരെ ഡെയിലി റിട്ടേൺ ലഭിക്കും. മാസ വരുമാനം ഏകദേശം 24% മുതൽ 66% വരെ ലാഭം പ്രതീക്ഷിക്കാം. പേയ്മെന്റ്, ലാഭം ലഭിക്കുന്നത് USDT ആയിട്ടായിരിക്കും. അത് നമുക്ക് കാസ്പ കോയിനായി മാറ്റിയെടുക്കാം. ടീം ഇൻകം ആൻഡ് റിവാർഡുകൾ, നിക്ഷേപത്തിന് പുറമെ ടീം ബിൽഡ് ചെയ്യുന്നവർക്ക് 5 തരത്തിലുള്ള വരുമാനമുണ്ട്. 1. ഡയറക്റ്റ് റെഫറൽ, നിങ്ങൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 5% ബോണസ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇൻവെസ്റ്റിംഗ് ഇൻസൈറ്റ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിപ്റ്റോ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കോയിനാണ് കാസ്പ. പ്രൂഫ് ഓഫ് വർക്ക് അൽഗോരിതത്തിൽ പ്രവർത്തിക്കുന്ന ബിറ്റ് കോയിനോളം സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഈ കോയിൻ ഇന്ന് വലിയ എക്സ്ചേഞ്ചുകളിലെല്ലാം ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ കാസ്പ കോയിൻ വെറുതെ വാങ്ങി വയ്ക്കുന്നതിനേക്കാൾ ലാഭകരമായി എങ്ങനെ മൈനിങ്ങിലൂടെ സ്വന്തമാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതും വലിയ മെഷീനുകളോ സെറ്റപ്പുകളോ ഇല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാസ്പ കോയിൻ മൈനിങ് ചെയ്യാം. ബിറ്റ് കോയിൻ പോലെയുള്ള പ്രൂഫ് വർക്ക് ക്രിപ്റ്റോ കറൻസികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ സ്കെയിലബിലിറ്റിയും വേഗതയുമാണ്, അല്ലേ? എന്നാൽ കാസ്പ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് ചെയിനിന് പകരമായി ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സുരക്ഷിതവും അതിവേഗവുമുള്ളതുമായ ഒരു ലെയർ 1 ബ്ലോക്ക് ഡാഗ് നെറ്റ്വർക്കായ കാസ്പയെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? സാധാരണ ബ്ലോക്ക് ചെയിനുകളിൽ ഓരോ ബ്ലോക്കുകളും ഒന്നിനു പുറമെ ഒന്നായാണ് വരുന്നത്. എന്നാൽ കാസ്പയുടെ പ്രത്യേകത അതിന്റെ ബ്ലോക്ക് ഡാഗ് ആർക്കിടെക്ചറാണ്. അതായത് ഒരേ സമയം പല ബ്ലോക്കുകളും നെറ്റ്വർക്കിൽ ഉണ്ടാക്കാനും അവയെല്ലാം ഒരുമിച്ച് അംഗീകരിക്കാനും സാധിക്കും. ഇതിനായി കാസ്പ ഗോസ്റ്റാഗ് എന്നൊരു പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നു. ഇത് കാരണം കാസ്പയ്ക്ക് ഓരോ സെക്കൻഡിലും പല ബ്ലോക്കുകളും ജനറേറ്റ് ചെയ്യാനും അതിവേഗം കൺഫേം ചെയ്യാനും സാധിക്കും. കാസ്പയുടെ പ്രത്യേകതകൾ: വേഗത, സ്കെയിലബിലിറ്റി, സുരക്ഷ. വേഗതയാണ് കാസ്പയുടെ പ്രധാന മേന്മ. ബിറ്റ് കോയിനിൽ ഒരു ബ്ലോക്ക് വരാൻ 10 മിനിറ്റ് എടുക്കുമ്പോൾ കാസ്പയിൽ ഓരോ സെക്കൻഡിലും ബ്ലോക്കുകൾ വരുന്നു. ഇത് ട്രാൻസാക്ഷൻ ഫീസും ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം ബിറ്റ് കോയിനെ പോലെ തന്നെ വളരെ സുരക്ഷിതവും ഡിസെൻട്രലൈസ്ഡുമാണ് കാസ്പയുടെ നെറ്റ്വർക്ക്. കാസ്പയുടെ നേറ്റീവ് ടോക്കണാണ് കാസ്. കാസ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഫെയർ ലോഞ്ച് ആണ്. പ്രീ മൈനിങ്ങോ പ്രീ സെയിലോ ടീമിനായുള്ള മാറ്റിവെക്കലോ ഉണ്ടായിരുന്നില്ല. 100% കമ്മ്യൂണിറ്റിക്ക് മൈനിങ്ങിലൂടെയാണ് ടോക്കനുകൾ വിതരണം ചെയ്തിരുന്നത്. ഭാവി സാധ്യതകളും നിഗമനങ്ങളും എന്താണെന്ന് നോക്കാം. കാസ്പയുടെ ബ്ലോക്ക് ഡാഗ് സാങ്കേതിക വിദ്യയ്ക്ക് വലിയ സാധ്യതകളാണുള്ളത്. ഭാവിയിൽ ഇത് കൂടുതൽ ജനകീയമാവാനും സ്മാർട്ട് കോൺട്രാക്റ്റുകളും ഡിഫൈ ആപ്ലിക്കേഷനുകളും നെറ്റ്വർക്കിൽ വരാനും സാധ്യതയുണ്ട്. എന്താണ് കാസ്പ? കാസ്പയുടെ ആകെ സപ്ലൈ 28.7 മില്യൺ ആണ്. ഇതിൽ ഭൂരിഭാഗവും മൈനിങ് കഴിഞ്ഞു. ഇനി വെറും 3.66 മില്യൺ കോയിനുകൾ മാത്രമാണ് മൈനിങ് ചെയ്തെടുക്കാൻ ബാക്കിയുള്ളത്. ബിനാൻസ് ലിസ്റ്റിംഗ് കൂടി വരുന്നതോടെ ഇതിന്റെ വില $1 മുതൽ $3 വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോയിനുകൾ ശേഖരിക്കുന്നത് വലിയൊരു അവസരമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്ലാറ്റ്ഫോം വഴി നമുക്ക് ക്ലൗഡ് മൈനിങ്ങിൽ പങ്കാളികളാവാം. ഇതിന്റെ പ്രത്യേകതകൾ ഇവയാണ്. കുറഞ്ഞ നിക്ഷേപം, വെറും $1 മുതൽ നിങ്ങൾക്ക് തുടങ്ങാം, പരമാവധി $1000 വരെ. പ്രതിദിന ലാഭം, നിങ്ങളുടെ നിക്ഷേപത്തിനനുസരിച്ച് 0.8% മുതൽ 22% വരെ ഡെയിലി റിട്ടേൺ ലഭിക്കും. മാസ വരുമാനം ഏകദേശം 24% മുതൽ 66% വരെ ലാഭം പ്രതീക്ഷിക്കാം. പേയ്മെന്റ്, ലാഭം ലഭിക്കുന്നത് USDT ആയിട്ടായിരിക്കും. അത് നമുക്ക് കാസ്പ കോയിനായി മാറ്റിയെടുക്കാം. ടീം ഇൻകം ആൻഡ് റിവാർഡുകൾ, നിക്ഷേപത്തിന് പുറമെ ടീം ബിൽഡ് ചെയ്യുന്നവർക്ക് 5 തരത്തിലുള്ള വരുമാനമുണ്ട്. 1. ഡയറക്റ്റ് റെഫറൽ, നിങ്ങൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 5% ബോണസ്. 2. ലെവൽ ഇൻകം, 20 ലെവലുകളിലായി വലിയൊരു വരുമാനം ഇതിലുണ്ട്. ആദ്യ ലെവലിൽ തന്നെ 10% ലഭിക്കും. 3. ROI ബൂസ്റ്റർ, നിങ്ങൾ $1000 ബിസിനസ് ടീമിൽ എത്തിച്ചാൽ നിങ്ങളുടെ ഡെയിലി ഇൻകം 2% ആയി വർദ്ധിക്കാം. 4. കോമ്പൗണ്ടിങ്, ലാഭം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് വരുമാനം ഇരട്ടിയാക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. വിത്ഡ്രോവൽ ആൻഡ് വാലറ്റ്, നിങ്ങൾക്ക് സേഫ്പാൽ വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക് വഴി ഈസിയായി ജോയിൻ ചെയ്യാം. മിനിമം വിത്ഡ്രോവൽ $10 ആണ്. 10% സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. റഷ്യയിലെ ബിറ്റ്മാൻ എന്ന കമ്പനിയുടെ ഫിസിക്കൽ മൈനിങ് സെറ്റപ്പുകൾ വഴിയാണ് ഈ പ്രൊജക്ട് പ്രവർത്തിക്കുന്നത്. രജിസ്ട്രേഷൻ വളരെ ക്വിക്കായി കണ്ടിട്ട് വരാം. സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന BEP20 നെറ്റ്വർക്കിങ്ങിലുള്ള USDTയും ഗ്യാസ് ഫീ ആയി BNB യുമാണ്.
കാസ്പയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നും എങ്ങനെ സ്റ്റേക്ക് ചെയ്യാമെന്നും അതുപോലെ തന്നെ കാസ്പ വാലറ്റ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്നും നോക്കാം. അതിനുവേണ്ടി ഒരു ഡെമോ അക്കൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ $1 ആയിരിക്കും ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം സേഫ് പാൽ വാലറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ദെൻ ഗോ ഓപ്ഷൻ കൊടുക്കുക. ഗോ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും കാണുക. ആദ്യം മുകളിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ പോയി BNB ചെയിൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ BNB ചെയിനിലേക്ക് മാറ്റുക. ശേഷം ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണിക്കുക. ദെൻ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കൺഫേം ചെയ്യുക. ഒരു ഫൈനൽ കൺഫർമേഷൻ കൂടെ കൊടുക്കുക. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായി സ്റ്റേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാൻ പോകുന്നത്. അതിനായി ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ഫ്രണ്ട് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എത്രയാണോ സ്റ്റേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും $, നിങ്ങൾ വാലറ്റിൽ കീപ് ചെയ്ത ശേഷം ഇവിടെ നൽകുക. $1 മുതൽ $1000 വരെയാണ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുക. ഇതിന്റെ 3x ആയിരിക്കും നമുക്ക് കാസ്പ കോയിൻ ലഭിക്കുന്നത്. എമൗണ്ട് ടൈപ്പ് ചെയ്ത ശേഷം സ്റ്റേക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കൺഫേം ചെയ്യുക. ശേഷം വീണ്ടും കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോളർ ഡിറ്റക്ട് ആക്കാൻ വേണ്ടി ഒന്നും കൂടെ കൺഫേം ചെയ്യുക. ഇപ്പോൾ സ്റ്റേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡിൽ വന്ന ശേഷം സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശേഷം കാസ്പ വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വാലറ്റ് അഡ്രസ് കോപ്പി ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ വാലറ്റിലേക്ക് വരിക. വാലറ്റിൽ വന്ന ശേഷം മാനേജ് കോയിൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ സെർച്ച് ബാറിൽ കാസ്പ എന്ന് സെർച്ച് ചെയ്യുക. കാസ്പ എനേബിൾ ചെയ്ത ശേഷം വീണ്ടും വാലറ്റിലേക്ക് വരിക. ഇവിടെ കാസ്പയിൽ ക്ലിക്ക് ചെയ്ത ശേഷം റിസീവ്ഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അഡ്രസ് കോപ്പി ചെയ്യുക. ശേഷം വീണ്ടും കാസ്പയുടെ സൈറ്റിലേക്ക് വരിക. കാസ്പ വാലറ്റ് എന്ന സെക്ഷനിൽ നമ്മൾ കാസ്പ അഡ്രസ് മുഴുവനായും പേസ്റ്റ് ചെയ്യുക. ശേഷം എഡിറ്റ് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്ഡേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ ചെയ്യുക. ഇപ്പോൾ കാസ്പ വാലറ്റ് സക്സസ്ഫുള്ളി ആഡഡ് എന്ന് മുകളിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഡെയിലി വരുന്ന റോയ് വെറും 10 സെന്റ് വാല്യൂ ആയി കഴിഞ്ഞാൽ അത് മിൻ ചെയ്ത് കാസ്പ കോയിനായി വാലറ്റിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ്. താങ്ക് യു. അപ്പോൾ കാസ്പയുടെ ഈ കുതിപ്പിൽ നിങ്ങളും പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാസ്പയുടെ ഈ കുതിപ്പിൽ നിങ്ങളും പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ക്രിപ്റ്റോ നിക്ഷേപങ്ങൾ ഇപ്പോഴും റിസ്ക് ഉള്ളവയാണ്. അതുകൊണ്ട് സ്വന്തം റിസർച്ച് നടത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.